എനിക്ക് ടഫായിട്ട് ഫീൽ ചെയ്തില്ല. ഓക്കെ, ഇത് ടഫായിരുന്നു അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാക്കി ആദ്യം മുതലേ പഠിച്ച. ഏത് ഫീച്ചർ ആയിരുന്നു നമ്മൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? PYQ ഇതൊക്കെ തുടങ്ങുന്നത് അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് തന്നൂടെ? എനിക്കറിയില്ല, ഫുൾ ടൈം ഇരുന്ന് പറ്റുന്നില്ലേ? അങ്ങനെയാണോ? പാട്ട് കേൾക്കാറുണ്ട്. എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ടഫായിരുന്നു. അപ്പൊ ഏതാ 3 ദിവസം പഠിച്ചത് കംപ്ലീറ്റ്ലി 3 days കഴിയുമ്പോൾ റിവൈസ് ചെയ്യും. അലക്സ് സാറിന്റെ ക്ലാസ് അതെന്നെ കണ്ടാൽ മതി. അലക്സ് സാറ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാം റെഡിയാവും. ഹലോ എക്സാമിനർ ഫാമിലി, അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണുള്ളത്. നമ്മുടെ ഉയരെ ബാച്ചിൽ പഠിച്ച് +2 റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും വലിയൊരു വിജയം, അതായത് 99% മാർക്കോട് കൂടെ ഒരു അടിപൊളി വിജയത്തിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം വിസ്മയക്കുട്ടിയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ടല്ലേ, കാരണം ഇത്രയും ഒരു മാർക്കിലേക്ക് എത്താന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, അതേപോലെ തന്നെ എന്തായിരുന്നു ഈ ഒരു ജേർണിനെ പറ്റിയൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ആദ്യം വിസ്മയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫസ്റ്റ് റിസൾട്ട് അറിയുമ്പോൾ എല്ലാവരുടെ തന്നെയാണ് ചോദിക്കാറ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റിസൾട്ട് അറിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു റിയാക്ഷൻ പാരന്റ്സിന്റെയും അതേപോലെ തന്നെ വിസ്മയുടെയും? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മാർക്ക് കിട്ടുമെന്ന്? ഇത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ല. നല്ല സന്തോഷം. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് നോക്കിയ സമയത്ത്? എന്തായിരുന്നു, എങ്ങനെയാണ് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്? അനിയനാ നോക്കിയിട്ട് പറഞ്ഞേ. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമായി. അതെ, പൊതുവെ നമ്മുടെ +2 എക്സാം ഇത്തവണ ഭയങ്കര ടഫ് ആയിരുന്നല്ലോ. അപ്പൊ മോൾക്ക് അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എനിക്ക് ടഫായിട്ട് ഫീൽ ചെയ്തില്ല. പുറത്ത് എക്സാം ഹാളിന്റെ പുറത്തിറങ്ങിയപ്പോ ഫ്രണ്ട്സ് പറഞ്ഞപ്പോ മനസ്സിലായി. ഓക്കെ, ഇത് ടഫായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു എക്സാം നമ്മൾ. പക്ഷെ പൊതുവെ മറ്റുള്ളവരെല്ലാരും പറയുണ്ടായിരുന്നു അല്ലെ, അതായത് ഇപ്പൊ ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു, കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എൻ്റർലി ഡിഫറെന്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്തായിരുന്നു? ഇപ്പൊ മോഡൽ എക്സാം ഒക്കെ ആണെങ്കിൽ കുറച്ച് ഈസി ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെ ഭയങ്കര ടഫാണെന്ന് പറയാൻ കാരണം എന്ന് നോക്കിയിട്ടുണ്ടോ? അത് കൺസെപ്റ്റ് മനസ്സിലാക്കി ആദ്യം മുതലേ പഠിച്ച, നല്ല രീതിയിൽ ചെറിയ രീതിയിൽ പഠിച്ചാൽ മതി. അവസാനത്തേക്ക് വെക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടായി തോന്നും. പ്രശ്നം. അപ്പൊ മോള് ആദ്യം മുതൽ തന്നെ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു? ആദ്യം മുതൽ തന്നെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങള് അന്നന്ന് തന്നെ ക്ലിയർ ചെയ്ത്? ഇപ്പൊ നമ്മുടെ ഉയരെ ബാച്ചില് മോള് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ ലേണിംഗ് വീഡിയോസ്, ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ഉയരെ ബാച്ചിനെ ഈ ഒരു മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടോ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്? ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് മോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അവര് മെന്റർ പറയുന്ന രീതിയിൽ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് കാണും. എന്നിട്ട് 3 ദിവസം കൂടുമ്പോൾ റിവിഷൻ ചെയ്യും, PYQ ചെയ്യും. ആപ്പിൽ തന്നെ PYQ അവൈലബിൾ ആയതുകൊണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഏത് ഫീച്ചർ ആയിരുന്നു നമ്മൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? PYQ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ മെയിൻലി ഇപ്പൊ കുട്ടികളൊക്കെ പറയാറുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞു ആദ്യമേ പഠിച്ചു തുടങ്ങുന്ന ആളായിരുന്നു എന്ന്. അപ്പൊ പൊതുവെ കുട്ടികൾക്കൊരു ഇതുണ്ട്, ഇപ്പൊ നമ്മൾ ബാച്ചൊക്കെ നേരത്തെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ സ്കൂളൊന്നും തുറക്കുന്നതിന് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കുമല്ലോ, അതായത് എന്തിനാ ഇപ്പൊ ഇത്ര നേരത്തേക്ക് തുടങ്ങുന്നത് അല്ലേ, ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് തന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിന് ഒരു റീസൺ ഉണ്ടല്ലേ, നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് നേരത്തെ തുടങ്ങേണ്ടതുണ്ടോ ശരിക്കും? തുടങ്ങിയാൽ നല്ലത്. ആദ്യം മുതലേ തുടങ്ങിയാല് അവസാനം എടുത്ത് ഭാരമായി തോന്നില്ല. ചെറിയ രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ ആദ്യമേ തുടങ്ങിയാൽ നല്ലതാ. യെസ്. അപ്പൊ ആദ്യമേ നേരത്തെ തന്നെ, അതായത് ഇപ്പൊ ആദ്യം ഇപ്പൊ ചിലപ്പോ 6 മണിക്കൂർ ഇരുന്ന് പഠിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവായിരിക്കില്ല അല്ലെ? ആദ്യം കുറച്ച് ഒരു 1 hour ഒക്കെ പഠിക്കും, പിന്നെ എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും കൂടുതലൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പൊ എക്സാമിന്റെ സമയത്തൊക്കെ എത്ര മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും? എക്സാമിന്റെ എനിക്കറിയില്ല, ഫുൾ ടൈം ഇരുന്ന് പറ്റുന്നില്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല, 6 hours എന്തായാലും ഉറങ്ങും, ബാക്കിയുള്ള സമയം പഠിക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? ഫിസിക്സ് ആണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് അല്ലെ എനിക്ക് വേണ്ടായിരുന്നു +2 എന്ന് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? അങ്ങനെയാണെങ്കിൽ ബയോ പറയരുത്. ബയോ ലാസ്റ്റ് തൊട്ട് ഇതുവരെ കെമിസ്ട്രി കുറച്ച് തോന്നി. കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി ഇപ്പൊ അതായത് ഈ ഫിസിക്സ് കുറെ പേർക്ക്, ഇപ്പൊ എനിക്കൊക്കെ +1 +2 എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഫിസിക്സ് ഇങ്ങനെ ഇത്ര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ എന്നെ പോലെ പേടിയുള്ള കുറെ മക്കളുണ്ടായിരിക്കും. അപ്പൊ ഈ ഫിസിക്സ് ഈസി ആയിട്ട് പഠിക്കാനുള്ള എന്തെങ്കിലും സ്റ്റഡി ട്രിക്സോ ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ? അലക്സ് സാറിന്റെ ക്ലാസ് അതെന്നെ കണ്ടാൽ മതി. അലക്സ് സാറ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാം റെഡിയാവും.
കൺസെപ്റ്റ് അലക്സാണ്ടർ ക്ലാസ്സിൽ പക്കയാണല്ലോ. പിന്നെ ഇപ്പൊ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ മോൾ എങ്ങനെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ഫസ്റ്റ് ടൈം 3 times ഒക്കെ എഴുതൂ, പിന്നെ റിവൈസ് 3 days കൂടുമ്പോൾ റിവൈസ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മോള് പറയുന്നു റിവിഷൻ അല്ലേ എപ്പോഴും ചെയ്യുമായിരുന്നു. അപ്പൊ എത്രത്തോളം റിവിഷൻ നമ്മുടെ ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ ഇമ്പോർട്ടന്റ് ആണ്? റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ 3 ദിവസം കൂടുമ്പോഴാണ് റിവിഷൻ ചെയ്യുക. ഏതാ 3 ദിവസം പഠിച്ചത് കംപ്ലീറ്റ്ലി 3 days കഴിയുമ്പോൾ റിവൈസ് ചെയ്യും. യെസ്, വെരി ഗുഡ്. പിന്നെ ഈ +2 നിങ്ങൾക്ക് ലാബും കൂടി വന്നല്ലോ, ലാബ് എക്സാമും കാര്യങ്ങളും. അപ്പൊ എങ്ങനെയായിരുന്നു അതൊന്ന് അതായത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് റെക്കോർഡ് വർക്കെല്ലാം ആദ്യം തീർത്തിരുന്നു. പിന്നെ എക്സാമിന്റെ ക്ലാസ് അതും ഇതും മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. യെസ്, ഒക്കെ നേരത്തെ ചെയ്യുന്ന ആളാണല്ലേ. നേരത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നേരത്തെ ഞാൻ 3 days ഒക്കെ കൂടുമ്പോൾ റിവൈസ് ചെയ്യും, എല്ലാം നേരത്തെ ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പൊ അങ്ങനെ നേരത്തെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സാമിനൊക്കെ കുറെ മുന്നേ തന്നെ പോർഷൻസും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എപ്പോ ആവുമ്പോഴേക്കും പോർഷൻ തീർന്നിട്ട് പിന്നെ റിവിഷൻ, അതായത് കംപ്ലീറ്റ്ലി റിവിഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു? പ്രാക്ടിക്കൽ എക്സാം ആ ടൈം ജാനുവരി ഒക്കെ ആവുമ്പോൾ അപ്പോഴേക്കും പോർഷൻസ് എല്ലാം തീർന്നിരുന്നു. മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ഫുൾ റിവിഷൻ ആയിരുന്നു അല്ലേ. ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നാട്ടുകാർക്കൊരു ഉത്സാഹം, അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവർക്കെല്ലാം സന്തോഷം. മൊമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചിരുന്നു. ഫുൾ അടിപൊളി. പാരന്റ്സിനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പൊ +1 +2 പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 10th നിന്നും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ഭയങ്കര കുറെ കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും, ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പഠിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പൊ പൊതുവെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി തന്നെയാണ് ആക്ച്വലി ഈ ഒരു +1 +2 ഒക്കെ. ചെറിയ ടെൻഷൻ ഉണ്ടാവും, മാർക്ക് പിന്നെ പ്രത്യേകിച്ച് +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ +2 എത്തുമ്പോൾ ആ ഒരു മാർക്ക് വേണം എന്നുള്ള ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മുടെ ഫാമിലി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ടല്ലേ. അപ്പൊ മോളുടെ ഫാമിലി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു എന്തൊക്കെയാണ് സ്ട്രെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലേ ഫാമിലിയൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഫുൾ സപ്പോർട്ടാണ്. അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്തു തരും. അതായത് ഞാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ വെറും പഠിക്കുന്നതാണെങ്കിൽ അമ്മ വന്ന് എല്ലാ സഹായം എനിക്ക് വേണ്ട എന്താ വെച്ചാൽ അമ്മ ചെയ്തു തരും. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, ഇപ്പൊ +2 നല്ല മാർക്കൊക്കെ കിട്ടി, അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അല്ലെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ നോക്കി എല്ലാവരും ചോദിക്കുന്ന കാര്യം. ഇപ്പൊ +2 കഴിഞ്ഞാല് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് അടുത്തത്, എന്താ നെക്സ്റ്റ് പ്ലാൻ? ഡോക്ടറായ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ കഴിഞ്ഞ നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫാണ് പൊതുവെ. മര്യാദക്ക് മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിപ്പയർ മര്യാദക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ടഫായിരുന്നു. അപ്പൊ 1 year ഇനി നീറ്റിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. അടിപൊളിയായിട്ടൊക്കെ പഠിക്കാം. ഇനിയിപ്പോ കുറെ പേർക്ക്, അതായത് കുട്ടികൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, അതായത് ഇത്രയും മാർക്കൊക്കെ 99% മാർക്കൊക്കെ വാങ്ങാൻ പറ്റൂ, അത് ശരിക്കും ഒരു ബ്രില്യന്റ് ആയിട്ട് ജനിച്ച കുട്ടികൾ. ഏത് സബ്ജക്റ്റിലായിരുന്നു മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ അതായത് ഇപ്പൊ എത്ര ടോട്ടൽ മാർക്ക് വരുന്നത്? 118. അപ്പൊ ഏത് ലാംഗ്വേജ് സബ്ജക്റ്റിനായിരുന്നു മാർക്ക്? ഇംഗ്ലീഷ് 9 മാർക്ക്. എല്ലാവർക്കും ഈ ലാംഗ്വേജ് സബ്ജക്റ്റിൽ അപ്പൊ മോൾക്ക് എന്താണെങ്കിൽ ഇനി ഒന്നും കൂടി ഒരു എക്സാം ഫേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അതെന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കണമായിരുന്നു. ഇപ്പൊ പൊതുവെ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, അതായത് പൊതുവെ എല്ലാവരും സയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളാണെങ്കിലും ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും സയൻസ് സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കും. അതിന്റെ ഇടയിൽ ഈ ലാംഗ്വേജുകൾ അങ്ങനെ അങ്ങോട്ട് പഠിക്കില്ല. അതാണ് മെയിൻലി എപ്പോഴും വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ മാത്രമാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇപ്പൊ വരുന്ന കുട്ടികളുടെ അടുത്ത് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആക്ച്വലി ഇംഗ്ലീഷിനും ലാംഗ്വേജിനും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കണം. ഞാൻ അങ്ങനെ അതിന് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതാ ഇംഗ്ലീഷിന് നല്ല രീതിയിൽ മാർക്ക് പോയത്. അപ്പൊ ഇനി വരുന്ന നമ്മുടെ കുറെ കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, അതായത് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? നമ്മുടെ ഇപ്പോൾ 10 കഴിഞ്ഞ് +1 എത്തുന്ന മക്കളുണ്ടാവും, +1 കഴിഞ്ഞ് +2 എത്തുന്ന മക്കളുണ്ടായിരിക്കും. അവരോടൊക്കെ എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? +1 +2 വലിയ കാര്യമൊന്നുമല്ല, പക്ഷെങ്കിൽ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. എന്നാൽ അവസാനത്തോട്ട് വെച്ചാൽ മാത്രമേ അത് വലിയ ആനക്കാരിയായിട്ട് തോന്നൂ. ഫസ്റ്റ് മുതലേ പഠിച്ചു തുടങ്ങാം.
അതായത് നമ്മളിപ്പോ ഈ 99% അല്ലെങ്കിൽ ഈ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണെന്നൊക്കെ വിചാരിക്കില്ലേ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ശരിക്കും പഠിപ്പിസ്റ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ അടുത്ത് ആക്ച്വലി എന്താ പറയാനുള്ളത്? ശരിക്കും എല്ലാവർക്കും പറ്റും, നന്നായിട്ട് വർക്ക് ചെയ്താൽ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും പറ്റുന്നതേ ഉള്ളൂ. അത് എന്തോ വലിയ കാര്യമാണെന്ന് വെച്ച് മാറ്റി നിർത്തുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. നല്ല രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും ആദ്യം മുതലേ പഠിക്കാൻ ശ്രമിക്കുക. അതെ, സ്ട്രെസ്സ് വരാം, പക്ഷേങ്കിൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിത്തത്തിനടക്ക് ചെയ്യാൻ നോക്കുക. അതെന്തൊക്കെയാ? അതായത് ഇപ്പോൾ മോള് പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരും. അപ്പൊ ആ സമയത്ത് കുറച്ചൊന്ന് സ്ട്രെസ് റിലീഫ് വേണമല്ലോ. അപ്പൊ മോൾ എന്തൊക്കെയായിരുന്നു ആ ചെറിയ ബ്രേക്കിൽ എന്തൊക്കെയാ ചെയ്യായിരുന്നു? പാട്ട് കേൾക്കാറ് പൊതുവെ ചെയ്യാറ്. പാട്ട് പാടുമോ? കേൾക്കുന്നവർക്ക് പാടാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. പിന്നെ പൊതുവെ ഇല്ലേ, ഇപ്പൊ കുട്ടികളുടെ എല്ലാവരുടെയും ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണല്ലോ വിസ്മയ. അപ്പൊ യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അല്ലേ, 1 ഷോട്ട് കൊടുക്കും, വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ചോദിക്കും, എന്താ ഇപ്പൊ ബാച്ചിലും അല്ലേ വ്യത്യാസമുള്ളത്? ഭയങ്കര വലിയ വ്യത്യാസം ഉണ്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം. ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാളെന്ന നിലയിൽ വിസ്മയ്ക്ക് എന്താ പറയാനുള്ളത്? യൂട്യൂബ് ക്ലാസ്സും ബാച്ച് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? നല്ല ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് ഉണ്ട്. അതായത് യൂട്യൂബിലാകുമ്പോൾ നമുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് കിട്ടില്ലല്ലോ. ബാച്ചിൽ നല്ല രീതിയിൽ നമുക്ക് അന്നന്ന ചാപ്റ്റർ, നമുക്ക് ഏതാണോ ചാപ്റ്റർ വേണ്ടത് അതും നല്ല ഡെപ്തിൽ പഠിക്കേണ്ട ഉണ്ടെങ്കിൽ ബാച്ച് തന്നെ ചേർന്ന്. യെസ്. പിന്നെ ഇപ്പം മോള് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ആണല്ലോ ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ പാരന്റ്സിനൊക്കെ ആണെങ്കിലും ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അപ്പൊ മോളുടെ അഭിപ്രായത്തിൽ ആക്ച്വലി ഓൺലൈൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചതാണ്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനല്ലേ? ഓൺലൈൻ ഡിസ്ട്രാക്ഷൻ ഞാൻ പൊതുവേ മറ്റുള്ള ആപ്സ് ഒന്നും നോക്കാറില്ല. പിന്നെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്നിട്ടാണ് പഠിക്കുക. അപ്പം ഡിസ്ട്രാക്ഷൻസ് കുറവ് തന്നെ. അപ്പൊ വേറെ ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ അപ്പുറത്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? എല്ലാം നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് മാത്രം ചെയ്യും. പിന്നെ ഒന്ന് നമ്മൾ വിചാരിച്ചാൽ മതിയല്ലോ ആക്ച്വലി മനുഷ്യൻ അല്ലെ, നമ്മൾ തന്നെ ഒന്ന് ഇല്ല ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലെ. യെസ്. വിസ്മയ +2 ഇപ്പൊ 3 മാർക്ക് വാങ്ങാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങി അല്ലെ. അവസാനം എല്ലാം കൂടി കുറെ പേർക്ക് ഈ ബയോസയൻസ് എടുക്കാൻ നല്ല പേടിയാണ്. 10th കഴിഞ്ഞാല് ഇപ്പൊ മോളെന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, 10 SLC പഠിക്കുന്ന കുട്ടികളൊക്കെ അറിയുന്നുണ്ടാവും. അവരെല്ലാരും ചോദിക്കും ബയോസയൻസും എടുക്കണോ വേണോ? അപ്പൊ അങ്ങനെ ബയോസയൻസ് എടുക്കണോ വേണോ എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവില്ല. അവരോട് എന്താ പറയാ? അത് ബയോസയൻസ് എടുത്താൽ ആദ്യം മുതലേ ചെറിയ രീതിയിൽ പഠിച്ചാൽ അവസാനത്തേക്ക് വെക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഭീകര കാര്യമൊന്നുമല്ല, എല്ലാവർക്കും പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. യെസ്, അടിപൊളി. അപ്പൊ നന്നായിട്ട് സംസാരിച്ചു. അപ്പൊ ഇനി ഒരു ഫ്യൂച്ചർ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നീറ്റൊക്കെ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഈ ഒരു വർഷം ഫുൾ ഹാർഡ് വർക്ക് ചെയ്യും. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അടിപൊളി ഡോക്ടറൊക്കെ ആയിട്ട് ഇതേപോലെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. താങ്ക്സ്.